രണ്ട് തവണ കൊല്ലം MLA ആയിരുന്ന CPM-ന്റെ ഭാഗമായിരുന്ന നടൻ മുകേഷ് BJP-യിലേക്ക് എന്ന് സൂചന. നടൻ മുകേഷിന് ഇത്തവണ സീറ്റില്ല. ഇത്തവണ കൊല്ലത്ത് CPM നടൻ മുകേഷിനെ മാറ്റി. മുകേഷ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി MLA എന്ന നിലയിൽ. ജനങ്ങളുമായി ബന്ധമില്ല. ജനങ്ങൾ വിളിച്ചാൽ ഫോണെടുക്കില്ല. ഫോണെടുത്താൽ തെറി വിളിക്കും പാവപ്പെട്ട വോട്ടർമാരെ. ഇങ്ങനെ ഒരുപാട് തലവേദന ഉണ്ടാക്കി. അതിന് പിന്നാലെ സ്ത്രീ പീഡന കേസുകളും മുകേഷിനെതിരെ വന്നു. അങ്ങനെ മുകേഷിനെ കൊണ്ട് സഹികെട്ട് CPM മുകേഷിന് പകരം ജയമോഹനെ സ്ഥാനാർത്ഥിയാക്കി കൊല്ലത്ത്. ഇപ്പോൾ മുകേഷ് BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. BJP സെലിബ്രിറ്റികളെ തങ്ങളിലേക്ക് ആകർഷിക്കുകയാണ്. ഓരോ സെലിബ്രിറ്റികളെയും തങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുള്ള ഒരു തന്ത്രമാണ് BJP മെനയുന്നത്. മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായ കാലത്ത് BJP സൈലൻ്റ് ആയിരുന്നു. മുകേഷുമായി BJPക്ക് ഒരു അന്തർധാര അന്നേ ഉണ്ടായിരുന്നു. കോൺഗ്രസ് മാത്രമാണ് മുകേഷിനെതിരെ ആരോപണ ശരങ്ങളുമായൊക്കെ രംഗത്ത് വന്നത്. പല വിധത്തിലുള്ള ആരോപണങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മുകേഷിനെതിരെ ഉണ്ടായി. CPM ഒടുവിൽ ആ തലവേദന ഈ തെരഞ്ഞെടുപ്പോടെ ഒഴിവാക്കി. കമ്മ്യൂണിസ്റ്റ് നേതാവും നാടക ആചാര്യനുമായ O. മാധവൻ്റെ മകനാണ് മുകേഷ്. O. മാധവൻ CPI-കാരനായിരുന്നു. CPI സീറ്റിൽ മുകേഷ് മത്സരിക്കും എന്നായിരുന്നു ഒരു കാലത്ത് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് CPM ടിക്കറ്റിൽ മുകേഷ് മത്സരിക്കുകയായിരുന്നു. ആദ്യത്തെ തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മുകേഷ് കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. നിസ്സാര വോട്ടുകൾക്കാണ് മുകേഷ് കൊല്ലം പോലെ CPM-ന്റെ ശക്തി ദുർഗത്തിൽ നിന്ന് വിജയിച്ചത്. എന്തായാലും മുകേഷ് CPM-ലേക്ക് പോകുന്നു എന്ന സൂചന, CPM വിടുന്നു എന്ന സൂചന ശക്തമാക്കുന്നു. BJP-യിലേക്ക് പോകുന്നു എന്ന സൂചനയും ലഭിച്ചു കഴിഞ്ഞു. കൊല്ലത്തെ ചില BJP നേതാക്കളുമായി മുകേഷ് ബന്ധപ്പെട്ടു. കൊല്ലത്ത് BJPക്ക് ഒരു സ്ഥാനാർത്ഥി വേണം. മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ല. ഒരു ഉറപ്പും BJP നൽകിയിട്ടില്ല. പക്ഷേ BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനറായി അല്ലെങ്കിൽ സ്റ്റാർ പ്രചാരകനായി മുകേഷ് മാറും എന്നുള്ളത് ഉറപ്പാണ്. സുരേഷ് ഗോപിയും മുകേഷും തമ്മിലുള്ള ബന്ധവും ശ്രദ്ധേയം. സുരേഷ് ഗോപിയും മുകേഷും തമ്മിൽ നല്ല ബന്ധമാണ്. ആ ബന്ധം ഉപയോഗിച്ചാണ് BJP മുകേഷിനെ ഹൈജാക്ക് ചെയ്തത്. മുകേഷ് പോകുന്നതുകൊണ്ട് CPM-ന് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കുന്നില്ല. മുകേഷ് പോയതുകൊണ്ട് CPM-ന് ഗുണമേ ഉണ്ടാകൂ. കാരണം 10 വർഷമാണ് ജനങ്ങൾ മുകേഷിനെ സഹിച്ചത്. 10 വർഷം ജനങ്ങൾ മുകേഷിനെ സഹിക്കുകയായിരുന്നു. ആ സഹനത്തിൻ്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ കാണുന്നത്. കൊല്ലത്ത് കഴിഞ്ഞ തവണ മുകേഷിനെ നിർത്തുന്നതിനോട് കൊല്ലത്തെ പ്രമുഖ നേതാവ് PK ഗുരുദാസൻ അടക്കമുള്ളവർക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയൻ ഇടപെട്ട് മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ടൈറ്റ് ഫൈറ്റിനൊടുവിലാണ് മുകേഷ് ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ചത്. ബിന്ദു കൃഷ്ണയ്ക്ക് ദൗർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണ ബിന്ദു കൃഷ്ണ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതും ശ്രദ്ധേയം. എന്തായാലും മുകേഷ് BJP-യിലേക്ക് പോകുന്നു എന്ന വാർത്ത CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ഒരു രോമം കൊഴിഞ്ഞു പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല CPM എന്ന പാർട്ടിക്ക്. പക്ഷേ മുകേഷിൻ്റെയൊക്കെ ഒരു മനസ്ഥിതി അതൊരു വല്ലാത്തൊരു മനസ്ഥിതിയാണ്. 10 വർഷക്കാലം MLA ആയിരുന്ന് വിലസിയ കാലത്ത് പാർട്ടിയായിരുന്നു മുകേഷിൻ്റെ താങ്ങും തണലും. പാർട്ടിയായിരുന്നു മുകേഷിന് എല്ലാമായി നിന്നത്. ആ മുകേഷാണ് പാർട്ടിയെ തള്ളിക്കൊണ്ട് BJP-യിലേക്ക് പോകുന്നത്. ഇത് ഒരുതരം ചതിയാണ് എന്ന് പറയാനാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇഷ്ടം.